നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. പോഷക ഗുണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും രുചിയുടെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് പനീർ. നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുടെ ഒരു ഇഷ്ട ഭക്ഷണം കൂടിയാണിത്. അങ്ങനെയെങ്കിൽ ചീര ഇനങ്ങളിൽ ഏറ്റവും മികച്ച പാലക് ചീര ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പാലക് പനീർ തയ്യാറാക്കിയാലോ? നമുക്കായി ഇന്ന് ഈ പാലക് പനീർ തയ്യാറാക്കുന്നു മീന ഭണ്ഡാരി. പാലക് പനീർ തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ: ഒരു പിടി ഫ്രഷ് പാലക് ചീര, ഒരു സവോള പ്യൂരി, ഫ്രഷ് ക്രീം അലങ്കരിക്കാൻ, 2 തക്കാളിയുടെ പ്യൂരി, 1/2 ടീസ്പൂൺ ജീരകം, മുളക് പൊടി, 1 ടീസ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, ഉപ്പ്, 2 പച്ചമുളക്, 250 ഗ്രാം പനീർ, വെള്ളം. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. പാലക് ചീര നന്നായി കഴുകി 5-6 മിനിറ്റ് തിളപ്പിച്ച് സാധാരണ ഊഷ്മാവിൽ തണുപ്പിക്കുക. ശേഷം ഇതൊരു മിക്സിയിൽ ചേർത്ത് 2 പച്ചമുളകിനൊപ്പം ചേർത്ത് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കണം. ഇവിടെ മിക്സിയിൽ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചട്ടിയിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ജീരകം, അരിഞ്ഞ വെളുത്തുള്ളി എന്നിവ ചേർത്ത് വെളുത്തുള്ളിയുടെ നിറം മാറുന്നതുവരെ ഇളക്കണം. വെളുത്തുള്ളിയുടെ നിറം മാറി വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് സവോള പ്യൂരി ചേർത്ത് 1-2 മിനിറ്റ് നന്നായിട്ട് വേവിക്കാം. നന്നായി വേവിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി പ്യൂരി ചേർത്ത് എല്ലാ ചേരുവകളും ഇടത്തരം തീയിൽ 4 മുതൽ 5 മിനിറ്റ് വരെ ഇളക്കുക. അടുത്തതായി ഇതിലേക്ക് ഉപ്പ്, മുളക് എന്നിവ ചേർത്ത് 3 മുതൽ 4 മിനിറ്റ് നേരം കൂടി വേവിക്കണം. ഇനി ഈ തക്കാളി പേസ്റ്റിലേക്ക് മിക്സിയിൽ അരച്ചു വെച്ച പാലക് പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം 3-4 മിനിറ്റ് കൂടി വേവിക്കണം. പേസ്റ്റ് ചട്ടിയിൽ പറ്റി നിൽക്കാതിരിക്കാൻ അല്പം വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിൽ പനീർ ക്യൂബുകൾ ചേർത്ത് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കണം. 2 മിനിറ്റിൽ കൂടുതൽ ഇത് ഫ്രൈ ചെയ്യേണ്ടതില്ല. ഇത് വേവിച്ച മിക്സിലേക്ക് ചേർത്ത് യോജിപ്പിച്ചു കൊടുക്കാം. നന്നായി യോജിപ്പിച്ച് വേവിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് വിളമ്പാവുന്നതാണ്. കഴിക്കുന്നതിന് മുൻപ് ഫ്രഷ് ക്രീം ആവശ്യത്തിന് ചേർക്കുക. നല്ല ചൂടുള്ള സോഫ്റ്റായ പൊറോട്ടയോടൊപ്പമോ ജീര റൈസിനൊപ്പമോ ഇത് കഴിക്കാവുന്നതാണ്. ബട്ടർ നാനിന്റെ കൂടെയും മികച്ച കോമ്പിനേഷനാണ് ഈ രുചികരമായ പാലക് പനീർ. എങ്കിൽ ചൂട് പോകുന്നതിന് മുൻപേ കഴിച്ചു തുടങ്ങിക്കോളൂ. അപ്പോൾ നിങ്ങളും ഇതൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.